സന്തോൺ ഫാക്ടറി, പലായുടെ പ്ലാറ്റിനം ജൂബിലിയുടെ സ്മാരകമായിട്ടുള്ള ഈ ഫാക്ടറി എല്ലാ കർഷകരെയും പുറത്തിണക്കുന്ന ഒരു യൂണിഫൈങ് സെൻ്ററായിട്ട് കൂടെ മാറണം. ഹൈടെക് ലെവലിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊരു മുൻഗണന കൊടുക്കാനായിട്ട് ആ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യമുള്ള ആളുകൾ ഒരുപക്ഷെ നമുക്ക് ഇതിൻ്റെ സ്റ്റാഫിന് പിന്നെ ആവശ്യമായിട്ട് വരും. നമുക്ക് ആ രീതിയിൽ ഒരു ഇൻ്റലക്ച്വലി അക്യൂമെനുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു സെൻ്ററായിട്ടൂടെ അത് മാറണം. അപ്പോഴാണ് ഈ കാർഷിക മേഖലയെ ഹൈടെക് ആക്കാനും ആ ഹൈടെക് കാർഷിക പ്രവൃത്തിയുടെ പ്രോഡക്ട്സ് നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യ, യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ അയക്കാനും സാധ്യമാകുന്നത്. നവീനമായ ഡയമെൻഷൻസ് എന്താണെന്ന് ആളുകൾ ഇനിയും അത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് വലിയൊരു തുറവി നമ്മൾ പ്രതീക്ഷിക്കുന്നു. 14-ാം തീയതി തിങ്കളാഴ്ചയാണ്. 2 മന്ത്രിമാരുടെ സാന്നിധ്യം, വാസവൻ സാറും കൃഷി മന്ത്രി പ്രസാദ് സാറും ഇതിൽ വളരെ താല്പര്യമെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോക്കൽ MLA MP എല്ലാം നമ്മുടെ സ്വന്തം ആളുകളാണ്. അവരുടെ സാന്നിധ്യം ഉണ്ടാകും. 2000-ത്തിലധികം കർഷകരെയാണ് നമ്മളന്ന് അവിടെ പ്രതീക്ഷിക്കുന്നത്.